നിങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞു, കൈകൾ നന്നായി വൃത്തിയാക്കി. നേരെ ഉറങ്ങാൻ പോകരുത്. റിലാക്സ് ചെയ്യണം. മാതാപിതാക്കളോട് സംസാരിക്കൂ, പാട്ട് കേൾക്കൂ, അല്ലെങ്കിൽ അല്പനേരം മിണ്ടാതെ വിശ്രമിക്കൂ. അല്പനേരം വിശ്രമിക്കാം. ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും അല്പനേരത്തെ വിശ്രമം അത്യന്താപേക്ഷിതമാണ്. ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കാൻ വിശ്രമം വേണം. ദിനപത്രം ലോകവാർത്തകൾ അറിയാൻ മാത്രമല്ല, മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയും നാം ദിനപത്രം വായിക്കാറുണ്ട്. ആഴ്ചപ്പതിപ്പ്, മാസിക. പല രംഗങ്ങളിലുള്ള വിവരങ്ങളെക്കുറിച്ച് അറിയാൻ ആഴ്ചപ്പതിപ്പും മാസികയും നാം വായിക്കുന്നു. മനസ്സമ്മർദ്ദം കുറയ്ക്കാൻ ഇവ വളരെയേറെ സഹായിക്കുന്നു. ടെലിവിഷൻ സന്തോഷം പ്രദാനം ചെയ്യുന്ന പല പരിപാടികളും ദൈനംദിന സംഭവങ്ങളും ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് അവ കണ്ട് ആസ്വദിക്കാം. റിമോട്ട് കൺട്രോൾ. ടെലിവിഷൻ, മ്യൂസിക് പ്ലെയർ, എയർ കണ്ടീഷണർ എന്നിങ്ങനെയുള്ള വൈദ്യുതോപകരണങ്ങൾ നാം ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാനായി റിമോട്ട് കൺട്രോൾ എന്ന ചെറിയ ഒരു ഉപകരണം നാം ഉപയോഗിക്കാറുണ്ട്. മ്യൂസിക് സിസ്റ്റം. ഈ വൈദ്യുതോപകരണത്തിലൂടെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ കേട്ടാസ്വദിക്കാം. മ്യൂസിക് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്കിഷ്ടപ്പെട്ട സംഗീതം കേൾക്കുമ്പോൾ മനസ്സിന് അതൊരു വലിയ ആശ്വാസമായിരിക്കും. CD. കോമ്പാക്ട് ഡിസ്ക് എന്നതിന്റെ ചുരുക്കപ്പേരാണ് CD. CD-യിൽ ഡേറ്റയുടെ രൂപത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കപ്പെടുന്നു. ഓഡിയോ, വീഡിയോ എന്നീ രീതികളിൽ ഡാറ്റകൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ടെലിഫോൺ. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനും അവർ സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ടെലിഫോൺ. DVD. DVD എന്നത് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നതിന്റെ ചുരുക്കമാണ്. ഓഡിയോ, വീഡിയോ ഡാറ്റകൾ ധാരാളം സൂക്ഷിച്ചു വയ്ക്കപ്പെടുന്നു. CD-യെക്കാളും അല്പം കൂടി ഉയർന്ന ഒന്നാണ് DVD. മൊബൈൽ അഥവാ സെൽഫോൺ.